സൺഡേ ഞങ്ങളെല്ലാവരും വൈകിയേ എണീക്കുകയുള്ളൂ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കുമ്പോഴേക്കും നേരം കുറയാവും. അതുകൊണ്ട് വിശപ്പിനൊരു ചെറിയ തടയ്ക്ക് വേണ്ടിയിട്ട് ഓരോ ബിസ്ക്കറ്റും റസ്ക്കൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുണ്ടായിരുന്നത് എല്ലും കപ്പയായിരുന്നു. നമുക്കൊരു ഒട്ടുമിക്ക സൺഡേസിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടാവുക എല്ലും കപ്പയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയത് എൻ്റെ ഹസ്ബൻഡാണ്. ആൾ നന്നായിട്ട് നോൺ വെജൊക്കെ പാചകം ചെയ്യും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാം അറിയാമല്ലോ, അതിനകത്ത് നമുക്ക് കുറച്ച് മാത്രമേ ഇറച്ചിയൊക്കെ കടിച്ചെടുക്കാൻ ഉണ്ടാവുള്ളൂ, കൂടുതൽ എല്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ല് മേടിക്കുന്ന ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് നമ്മൾ ബീഫ് മേടിച്ചിട്ടുണ്ടാവും കേട്ടോ. രാവിലെ എല്ലും കപ്പിയും കൂടെ വയ്ക്കും, ഉച്ചയ്ക്ക് ബീഫ് നമ്മൾ കറിയാക്കി കഴിക്കും. അപ്പോൾ അതിന് മേടിച്ചാണ് ബീഫിൽ നിന്ന് കുറച്ച് മീറ്റ് എടുത്ത് ഞാൻ ഈ എല്ലിലേക്കും കൂടി ഇടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇറച്ചിയും കൂടെ കഴിക്കാനായിട്ട് കിട്ടും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല തണുത്ത സ്ക്വാഷ് കുടിച്ചായിരുന്നു. എനിക്കൊരു ഐസ് ക്യൂബ് ഇതിലിട്ടിട്ട് ഇങ്ങനെ വെറുതെ കടിച്ചിടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഐസ് ക്യൂബ് ഇതിലിടുന്ന തന്നെയില്ല, ഐസ് ക്യൂബ് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കടിച്ചിടാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പിന്നെ സ്ക്വാഷ് മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു പെർക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു, അതും കൂടി എടുത്ത് കഴിക്കുന്നുണ്ട്. ഇത് ഞാൻ വീടിനോട് ചേർന്നൊരു മാവിൽ ഒരു കാക്കക്കൂടുണ്ട്. അപ്പോൾ ആ കാക്കക്കൂട്ടന്മാർ ഇടയ്ക്ക് ഇവിടെ വന്നിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി ഇട്ട് കൊടുത്തതാണ് ചപ്പാത്തി ആയിട്ടോ. അപ്പോൾ ഒരു ചപ്പാത്തിനെ 4 പീസാക്കി ഇട്ട് കൊടുത്തത്, ബാക്കി 3 കൊണ്ട് ഇനി ഒരു പീസും കൂടിയേ ഉള്ളൂ. പിന്നെ ഉച്ചയായപ്പോൾ കഴിക്കാനായിട്ട് നമ്മുടെ ബീഫ് നന്നായിട്ട് ഫ്രൈ ആക്കിയ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒഴിച്ചുകറി ആയിട്ടുണ്ടായിരുന്നു കുമ്പളങ്ങയായിരുന്നു കേട്ടോ. കുമ്പളങ്ങ ഒഴിച്ചുകറിയും നമ്മുടെ ബീഫും പിന്നെ അതിൻ്റെ കൂടെ ഒരു ഉണക്കസ്രാവ് വറുത്തതിൻ്റെ ഒരു ചെറിയ കഷ്ണം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ട് ഒരു പിടുത്തം പിടിച്ചു. അതിൽ ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മയായിരുന്നു കേട്ടോ. അത് നല്ല അടിപൊളിയായിട്ട് അങ്ങനെ വരട്ടി നല്ല ഫ്രൈ ആക്കി എടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി നന്നായിട്ട് കഴിച്ചു. വൈകുന്നേരത്തെ ചായക്കായിട്ട് ബ്രെഡും ജാമും ഉണ്ടായിരുന്നു. പിന്നെ ഒരു സാധനം എന്താ പറയുക, ഞങ്ങളുടെ കക്കാന്നോട്ടോ പറയണേ, ഈ നാവിൽ വെച്ച് ഇങ്ങനെ നാവിലേക്കും തുളഞ്ഞ് കയറുന്ന പോലെ ഒരു സംഭവം ഉള്ളത്, അത്. പിന്നെ ചായയും കൂടെ കുടിച്ചു. അപ്പോൾ ഇത്രയും സാധനമാണ് വൈകുന്നേരത്തെ ചായക്ക് ഉണ്ടായിരുന്നത്. അത്താഴത്തിനായിട്ട് ചോറ് തന്നെയായിരുന്നു കേട്ടോ. ചോറിൻ്റെ ഒപ്പം കറി. ഉച്ചയ്ക്ക് അനിയൻ ബീഫ് കഴിക്കാത്തതുകൊണ്ട് അവന് വേണ്ടിയിട്ട് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചിക്കനെ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, എന്നാലും അതിൽ നിന്ന് കുറച്ച് കറി ഐസ്ക്കി എടുത്തു. പിന്നെ കുറച്ച് പയറുപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് അച്ചങ്കറും കൂടി ഇട്ട് രാത്രി എല്ലാം കൂടെ കൂട്ടി കഴിച്ചു. അപ്പോൾ ഇന്നത്തെ 3 നേരം നോൺ വെജ് കൂട്ടിയിട്ടുള്ള സൺഡേ സ്പെഷ്യൽ വാട്ട എയ്റ്റിനിടെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബായ്.